ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആരതി. ആദ്യസ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്നത്തെ തിലകത്തിൻ്റെ യൂറോപ്യൻ ട്രിപ്പിലെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ജർമ്മനിയിലെ കുറച്ച് കാര്യങ്ങളും പിന്നെ ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിലുള്ള യാത്രയുമാണ്. അപ്പം അതിൻ്റെ വിശദാംശങ്ങൾ നമ്മളോട് തിലകം പറയും. അപ്പം നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഞാനിന്നലെ പറഞ്ഞായിരുന്നു, നമ്മൾ കൊളോൺ കത്തീഡ്രലിലാണ് അവസാനം കണ്ടത്. അത് കഴിഞ്ഞ് കൊളോണിൽ തന്നെ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ച വരെ ശരിക്കും പറഞ്ഞാൽ റോഡ് ട്രാഫിക് യാത്ര മാത്രമായിരുന്നു. ശരിക്കും ഉച്ചയ്ക്ക് നമ്മൾ ഉച്ച കഴിഞ്ഞ് ഫുഡും കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ്. നല്ല രസമാണ് കാണാൻ, വനങ്ങളാണ് ഫുള്ള്. എന്ന് വെച്ചാൽ നമ്മുടെ സൺലൈറ്റ് അകത്തോട്ട് കയറത്തില്ലെന്നാണ് പറയുന്നത്. അതിനാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അത്രയ്ക്ക് നല്ല തിക്കായിട്ടുള്ള വനങ്ങളാണ്. അപ്പോൾ ആ ബ്ലാക്ക് ഫോറസ്റ്റിനടുത്ത് ഒരു കുക്കു ക്ലോക്ക് ഫാക്ടറി ഉണ്ട്. അപ്പോൾ ആ കുക്കു ക്ലോക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കുക്കു ക്ലോക്ക് ഫാക്ടറിയിൽ തന്നെ. അപ്പം അത് കഴിഞ്ഞ് കുക്കു ക്ലോക്ക് വേണേൽ വാങ്ങിക്കാം. ഞങ്ങൾ വാങ്ങിച്ചില്ല, നല്ല വിലയുള്ള കുക്കു ക്ലോക്കുകളാണ് ഇത് മിക്കത്. അപ്പോൾ എല്ലാ ഈ പക്ഷികൾ വന്നിങ്ങനെ കൂന്ന് പറയുന്നത് അത് ഉണ്ടാക്കുന്നത് അവിടെ തന്നെയാണ്. അപ്പോൾ ആ കുക്കു ക്ലോക്കിൻ്റെ ഫാക്ടറി കണ്ടു, അവിടെ എല്ലാം കറങ്ങി നടന്ന് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ടിറ്റിസി എന്ന് പറയുന്നൊരു ലേക്ക് കാണാൻ പോയി. നല്ല ഭംഗിയാണ് ആ ലേക്ക് കാണാനായിട്ട്. നമ്മൾ ബോട്ടിങ്ങോ അങ്ങനെയൊന്നും പോയില്ല. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്താൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് നമ്മൾ ഈ റൈൻ ഫാൾസ്, അത് സൂപ്പറാണ്. റൈൻ ഫാൾസ് സ്വിറ്റ്സർലൻഡിലെ ഒരു നല്ലൊരു ഫാൾസാണ്. ആ റൈൻ ഫാൾസ് കണ്ടതിന് ശേഷം നമ്മൾ സ്വിറ്റ്സർലൻഡ്, ഈ റൈൻ ഫാൾസ് ശരിക്കും സ്വിറ്റ്സർലൻഡിലാണ്, സ്വിറ്റ്സർലൻഡിന്റെ ബോർഡറിൽ. അപ്പോൾ അത് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡിലോട്ട് പോയി സ്വിറ്റ്സർലൻഡിൽ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പം ജർമ്മനിയിൽ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടില്ല. ജർമ്മനിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഫോറസ്റ്റ്, ആ ഫോറസ്റ്റ് കണ്ടുവരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് അത്രേ ഉള്ളൂ ആ വഴിയിൽ. അതല്ലാതെ കുക്കു ക്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി അതിങ്ങനെയേ ഉള്ളൂ. വിവേക് ശരിക്കും പറഞ്ഞാൽ ജർമ്മനിയാണ്. ആദ്യം അവൻ ഈ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ സ്ഥലത്ത് വരാമെന്നാ പറഞ്ഞിരുന്നത് നമ്മളുടെ അടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ പ്ലാൻ മാറ്റിയിട്ട് ഇവൻ പഠിക്കുന്ന ശരിക്കും സ്റ്റുട്ട്ഗാർട്ടാ. ആ സ്ഥലത്തൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞിരുന്നത്. പിന്നെ അവൻ ആ പ്ലാൻ മാറ്റിയിട്ട് അവൻ സ്വിറ്റ്സർലൻഡിൽ വന്ന് 2 ദിവസം സ്റ്റേ ചെയ്തത്. അപ്പം പിറ്റേന്ന് ആ നൈറ്റ് അവൻ അവിടെ വന്നു. സ്വിറ്റ്സർലൻഡിലോട്ട് പോയിട്ട് അത് കഴിഞ്ഞുള്ള നൈറ്റാണ് വന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് നമ്മൾ കൊളോൺ ചർച്ചാണ് കണ്ടത്. ആ കൊളോൺ കത്തീഡ്രലിൽ നിന്ന് കൊളോണിൽ തന്നെയാണ് സ്റ്റേ ചെയ്തത്. ഈ കംഫർട്ട് ഹോട്ടൽ മോണിയും ജർമ്മനി തന്നെയാണ്. അതിനടുത്ത് ഒരു ലേക്കൊക്കെ ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ഇത് ഹോട്ടലിൻ്റെ ഫ്രണ്ടാണ്. ഹോട്ടൽ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ എല്ലാ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുമ്പോഴും രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേറ്റ്, അവിടുത്തെ 6 മണിക്ക് എഴുന്നേറ്റ് നടക്കും. ഈ സൈക്കിളൊക്കെ ഇങ്ങനെ ഒരു മോട്ടോർ ഓപ്പറേറ്റഡാണ്, ബാറ്ററി ഓപ്പറേറ്റഡാണ്. ഇത് ആർക്ക് വേണോ എടുത്തുകൊണ്ടൊക്കെ പോകാം, ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. തിരിച്ച് അവിടെ കൊണ്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും കുറച്ചൊക്കെ ഇങ്ങനെ നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം നമുക്കുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഓരോ ദിവസവും പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് പുറത്ത് വെച്ച് ഇതെല്ലാം നമ്മൾ തന്നെ, അവിടെ റൂം ബോയോ അങ്ങനെ ഒന്നുമില്ല. പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ തന്നെ എടുക്കുകയും ഒക്കെ വേണം. 10-20 കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ബസ്സാണ് ഈ നീല കളറിൽ കാണുന്നത്. ആ ബസ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമ്മൾ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്ക് കോഫി കുടിക്കാനൊക്കെ നമുക്കൊന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കോഫി ഷോപ്പാണ്. പക്ഷേ ഈ ഇടയ്ക്ക് കോഫി കുടിക്കുകയോ മൂത്രം ഒഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ തന്നെ ചിലവിലാണ്. അത് എത്രയാണെന്ന് വെച്ചാൽ വേണ്ടുന്നവർക്ക് പോയി കോഫി കുടിക്കാൻ അവർ നിർത്തിത്തരും. ഉച്ചയ്ക്ക് നമ്മൾ ഒരു ലഞ്ച് കഴിച്ചു. നല്ല ലഞ്ചായിരുന്നു അന്ന്. എല്ലാം ഇത് ഉണ്ടായിരുന്നു. നമ്മൾ വെള്ളം ഇടയ്ക്ക് ഈ ബോട്ടിലിൽ തന്നെ അവിടുന്ന് ഹോട്ടലിൽ നിന്ന് തന്നെ എടുത്ത് കൊണ്ടുപോകാറുണ്ട്. ഇത് അവിടെ നിന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഞാൻ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്ന ഫോട്ടോസാണ്. നല്ല രസമാണ് അതൊക്കെ കാണാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം പോയത് ഇതാണ് ഈ ടിറ്റ്സി എന്ന് പറഞ്ഞൊരു ലേക്കാണ്. ഈ ടിറ്റ്സി ലേക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസാണിത്. ടിറ്റ്സി ലേക്ക് നല്ല സൂപ്പറാണ് കാണാനായിട്ട്, ടിറ്റ്സി ലേക്ക്. അപ്പം അത് ജർമ്മനിയിലൊരു ലേക്കാണ് ടിറ്റ്സി ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിറ്റ്സി ലേക്ക് കഴിഞ്ഞിട്ട് കാണാൻ പോയതാണ് കുക്കു ക്ലോക്ക്. ഈ കാണുന്നില്ലേ, ഇതൊക്കെയാണ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് ഞാൻ നേരത്തെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നല്ല തിക്ക് ഫോറസ്റ്റാണ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും, തിക്ക് ഫോറസ്റ്റാണ്. ആ ബ്ലാക്ക് ഫോറസ്റ്റിന് അടുത്ത് തന്നെയാണ് ഈ കുക്കു ക്ലോക്ക് എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് ഇതാണ് കുക്കു ക്ലോക്കിൻ്റെ ഫ്രണ്ട്. അതൊരു ഇവിടെ ഈ ഒരു ബിൽഡിങ് തന്നെ കുക്കു ക്ലോക്കിൻ്റെ ഒരു ഷേപ്പിലാണ് അവരുണ്ടാക്കിയേക്കുന്നത്. ഇതാണ് കുക്കു ക്ലോക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ചെറിയതിലും വലുതിലും എല്ലാം കുക്കു ക്ലോക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അവർ കറക്റ്റായിട്ട് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു തരുന്നുണ്ടായിരുന്നു. ഓരോ സാധനം വെക്കുന്നതും അവിടെ ഉണ്ടാക്കിയ സാധനങ്ങളും എല്ലാം നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്. കുക്കു ക്ലോക്ക് ഇഷ്ടം പോലെ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഇതിൽ വേണേലും വാങ്ങിക്കാം. പക്ഷേ നല്ല വിലയാണ് കേട്ടോ. അവിടുത്തെ തന്നെ ഒരു
$250 ആ റേഞ്ചിൽ മാത്രമേ ഉള്ളൂ കുക്കു ക്ലോക്ക്. അവിടുന്ന് നമ്മൾ വന്നതാണ് റെയിൻഫാൾ എന്ന് പറയും, RHIN റൈൻ ഫാൾസ് സൂറിച്ച്. അത് സ്വിറ്റ്സർലൻഡിലോട്ട്, നമ്മൾ ഇന്നിപ്പോൾ സ്വിറ്റ്സർലൻഡിലോട്ട് പോവുകയാണ്. റൈൻ ഫാൾസിലാണ്, ഈ ബാക്കിൽ കാണുന്നതാണ് റൈൻ ഫാൾസ്. ആ ബാക്ക്ഗ്രൗണ്ടിൽ സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു കൊടിയുടെ ചിഹ്നമാണത്, ആ ഒരു പ്ലസ് സൈൻ പോലെ കാണുന്നത്. ഈ റൈൻ ഫാൾസ് എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഫാൾസാണ്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് റൈൻ ഫാൾസ്, ഏറ്റവും വലിയ ഫാൾസാണത് യൂറോപ്പിലെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളത് കാണാൻ നല്ല രസമാണ് റെയിൻ ഫാൾസ്. അത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലോട്ട് പോയി സ്റ്റേ ചെയ്യുകയായിരുന്നു അന്നത്തെ ദിവസം. ഞങ്ങൾ അത് കഴിഞ്ഞ് തസോനി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് സ്വിറ്റ്സർലൻഡിൽ സ്റ്റേ ചെയ്യാൻ പോയത്. അവിടെ എത്തിയിട്ട് അവിടെയാണ് വിവേക് അവിടെ വന്നത്. അത് ഭയങ്കര സന്തോഷമായി. അത് ഞങ്ങൾ മക്ഡൊണാൾഡ് എന്ന് പറയുന്നൊരു ഇതിൽ പോയി കഴിച്ചു വന്നു വൈകിട്ടൊന്നും കൂടെ. അത് കഴിഞ്ഞിട്ടാണ് ഹോട്ടലിൽ വന്ന് സ്റ്റേ ചെയ്തു. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം അവൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മൗണ്ട് ടിറ്റിൽസിലാണ് പോകുന്നത്. അപ്പം അവിടത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അവൻ സൂറിച്ച് സിറ്റി കാണാനായിട്ട് പോയതായിരുന്നു. ഞങ്ങൾ മൗണ്ട് ടിറ്റിൽസിലോട്ടും പോയി. അപ്പോൾ ഞങ്ങൾ മൗണ്ട് ടിറ്റിലിസ് അത് ഭയങ്കര സൂപ്പർ ഒരു യാത്രയായിരുന്നു ഈ മൗണ്ട് ടിറ്റിലിസ് എന്ന് പറയുന്നത്. അതാണ് ശരിക്കും മറക്കാനാവാത്തൊരു യാത്ര. ശരിക്കും പറഞ്ഞാൽ ഇനി എവിടെയെങ്കിലും ഇപ്പോൾ ഇത്രയും സ്ഥലത്ത് 7 രാജ്യത്ത് പോയെങ്കിലും ഒന്നും കൂടെ പോകാൻ അവസരം ഉണ്ടായാൽ എവിടെ പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിൽ ഒന്നുകൂടെ പോകണമെന്ന് ഇപ്പോഴും ഭയങ്കര ആഗ്രഹമാണ്. ഈ ഒരു ലൊക്കേഷനിലാണ് ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയിലെ ആ സോങ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് കേബിൾ കാറിലൂടെ കേബിൾ കാറിൽ കയറി നമ്മൾ മൗണ്ട് ടിറ്റിലിസ്, അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മളെല്ലാം സ്വിറ്റ്സർലൻഡിൽ കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് മൗണ്ട് ടിറ്റിലിസ്, അതായത് മഞ്ഞുമല. അപ്പം ശരിക്കും അത് 3238 മീറ്റർ, സമുദ്രനിരപ്പിൽ നിന്ന് 3238 മീറ്റർ പൊക്കത്തിലുള്ളതാണ്. ഈ കാണുന്നതാണ് കേബിൾ കാർ. നമ്മൾ ആ കേബിൾ കാർ ഇരുന്നുകൊണ്ട് കാണുന്ന കാഴ്ച ഭയങ്കര സുന്ദരമാണ്. നമ്മൾ ഈ എത്ര രാജ്യത്ത് പോയി സുന്ദരം എന്ന് പറഞ്ഞാലും ഈ കാണുന്ന കാഴ്ചയാണ് ശരിക്കും മനസ്സിൽ തട്ടി നിൽക്കുന്ന കാഴ്ചയാണ്. ആ കേബിൾ കാറിൽ ഇരുന്നുകൊണ്ട് ആ താഴോട്ട് നോക്കുന്നതും അതുപോലെ തന്നെ മൗണ്ട് ടിറ്റിലിസിൽ പോയി നമ്മൾ ആ മല കാണുന്നതും സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകൂടെ പോകാൻ എപ്പോഴും പിന്നെയും പോകാൻ തോന്നുന്നൊരു എക്സ്പീരിയൻസ് ആണത്. അപ്പം ശരിക്കും നമ്മൾ ഈ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി പിന്നെ ഒരു റിവോൾവിംഗ് ആയിട്ടൊരു ലിഫ്റ്റിലൂടെ കയറി, 2 ഇതുണ്ട് തട്ടുപോലെ. എന്നുവെച്ചാൽ കേബിൾ കാറിൽ കുറേ ദൂരം വരും, പിന്നെ ഒരു റിവോൾവിംഗ് ലിഫ്റ്റിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ മൗണ്ട് ടിറ്റിലിസിലെത്തുന്നത്. അത് ഈ മൗണ്ട് ടിറ്റിലിസിൽ നമുക്ക് മഞ്ഞ് എടുത്ത് എറിയുകയും കളിക്കുകയും എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് മൗണ്ട് ടിറ്റിലിസ്. അത്ര -2 ഡിഗ്രി ആയിരുന്നു നമ്മൾ പോയപ്പോൾ ഉള്ള ടെമ്പറേച്ചർ. അവിടെ നിന്ന് ഇങ്ങനെ ഒരു മഞ്ഞിങ്ങനെ വന്ന് വീഴുന്ന പോലെ, നമ്മുടെ എന്താ പറയുന്നത്, ഇത് പറയത്തില്ലേ, മഞ്ഞ് വീഴുന്ന മഞ്ഞ് മഴ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ കേട്ടിട്ടില്ലേ ആലിപ്പഴം, ആ മഞ്ഞിൻ്റെ തുള്ളികൾ ഇങ്ങനെ വീഴുന്ന നമ്മുടെ ദേഹത്ത് വന്ന് പതിക്കുന്നതാണ്. കണ്ടോ, ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ, ആ ഫിലിമിലെ ഷാരൂഖ് ഖാനും കാജോളിൻ്റെയും കട്ടൗട്ട് അവിടെ ഉണ്ട്, അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങളിതാ ഫോട്ടോ ഒക്കെ എടുത്തതിൻ്റെയാണ് ഈ കാണുന്നത്. വീഡിയോ ആണല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഞങ്ങളെല്ലാവരും കലക്കി തിമർത്ത് അറുമാതിച്ചെന്നൊക്കെ പറയുന്നത് പോലെ ഫുൾ സൂപ്പറായിരുന്നു. ഇത് വേറൊരു സൈഡിലോട്ട് പോകുന്ന വ്യൂ ആണ്. പിന്നെ ഗ്ലേസിയർ കേവ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്ലേസിയർ കേവ് ഉണ്ട്. അത് ആ കേവിലോട്ട് പോകുന്ന വഴിയാണിത്. അതിലും എല്ലാം ഇത് തന്നെയാണ്, മഞ്ഞ് കാണാം, അത്രയും മാത്രമേ ഉള്ളൂ. ഗ്ലേസിയർ കേവിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടന്ന് തിരിച്ചു വരാം. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ യൂഷ്വലി ആ ഒരു മൗണ്ട് ടിറ്റിലിസിൽ നിന്ന് കണ്ടത്. അത് കഴിഞ്ഞാണ് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ആ മൗണ്ട് ടിറ്റിലിസിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ തിരിച്ചും കേബിൾ കാർ, ഇതേ സെയിം തന്നെ റിവോൾവിംഗ് ലിഫ്റ്റിൽ കയറി അത് കഴിഞ്ഞ് ആ കേബിൾ കാറിൽ തിരിച്ചിറങ്ങുവാണ് നമ്മൾ ചെയ്യുന്നത്. അന്നേരവും ആ കാഴ്ചയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ശരിക്കും കേബിൾ കാറിൽ ഇരുന്നുകൊണ്ട് ആ സ്വിറ്റ്സർലൻഡ് കാണുന്ന ആ കാഴ്ച. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി താഴെ ഇറങ്ങി എടുത്ത് കുറച്ച് ഫോട്ടോസാണ്. നല്ല ഭംഗി തന്നെയാണ്, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത്രയും ഭംഗിയുള്ള കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും അത് കഴിഞ്ഞ് ലൂസേൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് പോയത്. സ്വിറ്റ്സർലൻഡിൽ തന്നെ ലൂസേൺ എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ചാപ്പൽ ബ്രിഡ്ജ് അങ്ങനെ കാണാൻ, ലയൺ മോണുമെൻറ്റ്, ചാപ്പൽ ബ്രിഡ്ജ്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് സിറ്റിയും കണ്ടു. സ്വിറ്റ്സർലൻഡിലെ ലൂസേണിലെ കാഴ്ചകളും സൂറിച്ച് സിറ്റി, അതായത് സ്വിറ്റ്സർലൻഡിലെ തന്നെ സൂറിച്ച് സിറ്റിയിലെ നൈറ്റ് കാഴ്ചകളുമായി അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം.
ഇത് വരുന്നു 30 സെക്കൻഡ് എടുക്കുവാണേ